നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഈശ്വര കൃപയാൽ എനിക്കിവിടെ സുഖമാണ്. എ ഡേ ഇൻ മൈ ലൈഫ്, അതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നലെ സൺഡേ ഞാൻ ഒരു ദിവസം എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്ന് വെറുതെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. യൂഷ്വലി സൺഡേസ് ഞാൻ അമ്പലത്തിൽ പോകാറില്ല, പതുക്കെ എഴുന്നേൽക്കാറുള്ളൂ, ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ എക്സാം ടൈമൊക്കെ ആയതുകൊണ്ട് കുട്ടികൾ വരാമെന്ന് പറയും, വരില്ല, ക്യാൻസലേഷൻസൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. രാവിലെ ഞാൻ പതിയെ എഴുന്നേറ്റ് ഞാൻ ഫസ്റ്റ് തിങ് ചെയ്തത് ബൂബുനെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അവൻ്റെ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി അവന് നല്ല വെള്ളം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അതിൽ തുടങ്ങി എൻ്റെ സൺഡേ. ഡെയിലി എന്നെ വിസിറ്റ് ചെയ്യുന്ന ഒരുപാട് വിസിറ്റേഴ്സുണ്ട്. വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞാലേ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. കാക്കകൾ, പ്രാവ്, ഒരുപാട് വെറൈറ്റി കിളികൾ, സ്ക്വിറൽസ്, പൂച്ച, 2-3 സ്ട്രേ ഡോഗ്സ്, അങ്ങനെ കുറേ ജീവൻ വരാറുണ്ട്. ഇവർക്കൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട്. ഈ കാക്ക ഇങ്ങനെ വന്ന് രാവിലെ കൃത്യമായിട്ട് കരയും ഫുഡിനായിട്ട്. ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ രാജമമ്മയ്ക്ക് ഓഫാണ്. അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് തൂത്തിടാമെന്ന് വിചാരിച്ചു. പണ്ടൊക്കെ ആണെങ്കിൽ എവറി ഡേ എൻ്റെ ജോലിയിൽ പെടുന്നതായിരുന്നു ഈ മുറ്റം തൂത്ത് കഴുകി ചെടിക്ക് വെള്ളമൊഴിച്ച് കാറ് കഴുകിയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ രാജമമ്മ വന്നിട്ട് മുറ്റമൊക്കെ തൂത്തിട്ട് ചെടിക്കൊക്കെ വെള്ളമൊഴിച്ച് വരും. അപ്പം ഞാൻ എൻ്റെ കാറ് ഇപ്പോൾ സൺഡേസ് മാത്രമേ കഴുകാറുള്ളൂ, വീക്ക്ലി വൺസ്. എൻ്റെ കഴുത്ത് വേദന പ്രമാണിച്ചാണ് അങ്ങനെ ആയത്. എന്തായാലും ഇന്ന് സൺഡേ ആയതുകൊണ്ട് കാറൊന്ന് വാഷ് ചെയ്തിടാമെന്ന് വിചാരിച്ചു.
ശേഷം അടുക്കളയിൽ കയറി കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ അടുത്ത 2-3 ദിവസങ്ങളായിട്ട് സൗഭാഗ്യയ്ക്ക് ഞാൻ ഫുഡ് അയക്കുന്നുണ്ട്, ഉണ്ടാക്കി കുക്ക് ചെയ്യുന്നു. ഞാൻ വീട്ടിൽ എന്ത് കുക്ക് ചെയ്യുന്നു അത് സൗഭാഗ്യയ്ക്ക് അയക്കുന്നുണ്ട്. സൗഭാഗ്യയെ ഹെൽപ്പ് ചെയ്യുന്ന ആശമ്മ ഓഫ് എടുത്ത് നാട്ടിൽ പോയതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ 2-3 ദിവസം ചെയ്തപ്പോൾ സൗഭാഗ്യയ്ക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നാൽ അതങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ഇത് ഞാൻ എപ്പോഴും തൈര് ഉറൊഴിച്ച് അതിൻ്റെ മേളിൽ കുറച്ച് പാട ഉണ്ടാവുമല്ലോ, അതിങ്ങനെ ശേഖരിച്ച് വെക്കുകയാണ് നെയ്യുണ്ടാക്കാനായിട്ട്. കുക്കറിൽ ചോറ് വെച്ചു. സൗഭാഗ്യയ്ക്ക് വൈറ്റ് റൈസാണ് ഇഷ്ടം. ഞാൻ യൂഷ്വലി മറ്റേ ചുമന്ന അരിയാണ് കഴിക്കുന്നത്. ഇപ്പോൾ സൗഭാഗ്യയ്ക്ക് കൊടുത്തയക്കുന്നതുകൊണ്ട് എനിക്കും കൂടെ ചേർത്ത് വൈറ്റ് റൈസ് വെച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശ ഉണ്ടാക്കുകയാണ്. അതെ, നേരത്തെ എനിക്ക് ഡിസംബർ പൂക്കൾ സമ്മാനമായിട്ട് നൽകിയ ഏഞ്ചലിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ ഏഞ്ചലാണ് ഈ പൊടി എനിക്ക് തന്നത്. എള്ള് മുളകാപ്പൊടിയും വെളുത്തുള്ളി ചമ്മന്തിയും. പപ്പടം കാച്ചാനായിട്ട് നമ്മൾ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടാമത് യൂസ് ചെയ്യില്ലല്ലോ. അതെടുത്ത് വെച്ചിട്ട് ഈ മുളക് പൊടി മിക്സ് ചെയ്യാനാണ് ഞാൻ ആ എണ്ണ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പേര് ചുട്ടെണ്ണ എന്നാണ്. അതെൻ്റെ അമ്മ പഠിപ്പിച്ചു തന്നതാണേ. അതിൻ്റെ കൂടെ ഞാൻ അരച്ചൊരു മുളക് ചമ്മന്തിയും പിന്നെ കട്ട തൈരും. ഇങ്ങനെ കോമ്പിനേഷനിൽ കഴിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഫേവറിറ്റ് ഫുഡാണ്. എൻ്റെ മാത്രമല്ല, സൗഭാഗ്യയുടെ, ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവർക്കും ഇങ്ങനെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ തനിയെ ഇരുന്ന് എൻ്റെ ഫുഡെല്ലാം ആസ്വദിച്ച് കഴിച്ചു. ഇത് തരുന്ന ഈശ്വരനോട് ഒരുപാട് നന്ദിയോടെ താങ്ക്സും പറഞ്ഞു. നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പില മുഴുവൻ വിഷമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ കറിവേപ്പില മുഴുവൻ ഇറുത്ത് നല്ല പോലെ കഴുകി വെള്ളത്തിലിട്ട് കുറേ ഉപ്പും കൂടിയിട്ട് കുറേ നേരം വെച്ച ശേഷമേ ഉപയോഗിക്കാറുള്ളൂ. ഇനി കുക്ക് ചെയ്യാൻ പോവാണേ. ഉരുളക്കിഴങ്ങ് ഫ്രൈ. എണ്ണയൊഴിച്ചു, കടുക് താളിച്ചു. അല്ല, ഞാനൊക്കെ കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് വറുത്തെടുക്കും. കറിവേപ്പിലയും കൂടി ഇട്ട് ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചതിനെ അതിൻ്റെ അകത്തോട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിക്കാൻ വയ്ക്കും. ഒഴിച്ചു കറി വയ്ക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ആവശ്യത്തിന് പുളിയിട്ട് ഊറാൻ വയ്ക്കുകയാണ്. ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് മുളക് പൊടിയും കായപ്പൊടിയും ഒക്കെ ഇട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് അത് ഫ്രൈ ചെയ്തെടുത്തു. എൻ്റെ ടേസ്റ്റ് മേക്കർ ശകലം ശർക്കരപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ടേ.
ഉരുളക്കിഴങ്ങ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഒഴിച്ചു കറി ഉണ്ടാക്കാം. അതേ കടായിൽ നല്ലെണ്ണ ഒഴിച്ചു, കടുക്, ജീരകം, കറിവേപ്പില താളിച്ചു. എന്നിട്ട് അതിൽ തൊലി കളഞ്ഞ വെളുത്തുള്ളി ഇട്ടു. ഒന്ന് വഴറ്റിയ ശേഷം പുളി പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇത് വെത്തക്കുഴമ്പാണ്. ഇതിൽ ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, കായപ്പൊടി, ടേസ്റ്റിന് അല്പം ശർക്കരപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ കുറച്ച് ഒലീവ് ഓയിലും കൂടെ ചേർത്തു. ഒലീവ് ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണയാണ് ഏറ്റവും ഉത്തമം. ശേഷം അതിനെ നന്നായിട്ട് കുറുക്കിയെടുത്തു. വെത്തക്കുഴമ്പ് റെഡി. ഇനി ഇത് സൗഭാഗ്യയ്ക്ക് കൊടുത്തയക്കണമല്ലോ, അതിനൊന്ന് പാക്ക് ചെയ്യാം. ജീനി വഴി അയക്കാനായിട്ട് ബുക്ക് ചെയ്ത് കാത്തിരുന്നു. വലിയ താമസം വേണ്ടി വന്നില്ല. കൃത്യമായിട്ട് സ്വിഗ്ഗിയിലെ ആൾ വന്ന് പിക്ക് ചെയ്തു. ഇനി കുറച്ച് സെൽഫ് കെയർ ടൈമാണ്. ഈ ചൂട് കൊണ്ടാണോ എന്തോ ഈ 2-3 ദിവസമായിട്ട് തലയിൽ കുറച്ച് താരൻ പോലെ കണ്ടു. അപ്പോൾ അതൊന്ന് റെഡിയാക്കാനായിട്ട് ഒരു ചെറിയ മിക്സ്ചർ ഞാൻ ഉണ്ടാക്കി. ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ അത് ഞാൻ ഉണ്ടാക്കുന്ന വിധവും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ തന്നെ ഇടാം. അപ്പോൾ ഞാനിത് ആ മിക്സ്ചർ എൻ്റെ തലയൊട്ടിയിൽ നല്ല പോലെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം ഊറിയ ശേഷമേ അത് കഴുകിക്കളയാൻ പാടുള്ളൂ. ആ ശ്രമത്തിലാണ് ഞാൻ. ശേഷം ഞാൻ വീടൊക്കെ ഒന്ന് തൂത്തിട്ടു. രാജമമ്മ ഓഫാണല്ലോ, പക്ഷേ എൻ്റെ വീട്ടിൽ ചവറിന് ഒരു കുറവുമില്ല. എല്ലാവരും ചോദിക്കും താര ഒറ്റയ്ക്കല്ലേ, എന്ത് ജോലി, ഒന്നും ചെയ്യണ്ടല്ലോ എന്ന്. ആക്ച്വലി നമ്മുടെ വീട്ടിലൊരു 10 പേരുണ്ടെങ്കിലും ഒരാളുണ്ടെങ്കിലും ജോലിക്കൊന്നും ഒരു കുറവില്ല എന്ന് ഞാൻ പറയുമ്പോൾ ആർക്കത് വിശ്വാസമില്ല. ഇപ്പം ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുമ്പോൾ അത് പ്രമാണമല്ലേ. ഒരാളാണെങ്കിലും നമുക്ക് വീട്ടിലെല്ലാ ജോലിയും കാണും, വീട് വൃത്തികേടാവും, ചവറ് വരും, ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് ഈ വീഡിയോ കാണിക്കാനേ പറ്റുകയുള്ളൂ. ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരമായിട്ട് പറയാനില്ല. ഇനി ഈ ലിങ്ക് അയച്ചു കൊടുക്കാം ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ ഈ ജോലിയൊക്കെയാണ് ചെയ്യുന്നതെന്ന്.
ക്ലീൻ ചെയ്യാനായിട്ട് ഒരു റോബോ വാങ്ങിച്ചു വെച്ചത് ഓർമ്മയില്ലേ, അത് ഉപയോഗിക്കാൻ വിചാരിച്ചു. പക്ഷേ അത് വളരെ ഫൈനായിട്ടുള്ള ഡസ്റ്റ് മാത്രമേ അത് മാറ്റുകയുള്ളൂ. അപ്പം ഞാൻ തൂത്തിട്ട് നല്ല ആവശ്യത്തിനുള്ള വെള്ളം തെളിച്ച് എന്നിട്ട് ഞാനത് ഓൺ ചെയ്ത് വിടും. അപ്പോൾ അത് വൃത്തിയായി കിട്ടും. ഈ ക്ലീനിങ് പുരോഗമിക്കുമ്പോൾ ഞാൻ ബാൽക്കണിയിലെ ചെടികളൊന്ന് നനയ്ക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ കുറേ തുണികളൊക്കെ മടക്കി വെച്ചായിരുന്നു. എന്നാൽ കുറച്ച് ബെഡ്ഷീറ്റ്സും എൻ്റെ പില്ലോ കവേഴ്സും ഒക്കെ മെഷീനിൽ കഴുകി ഉണക്കി വന്നിട്ടുണ്ട്. അതും കൂടെ മടക്കി എൻ്റെ കൂട്ടത്തിൽ റെഡിയാക്കി അങ്ങ് വെച്ചു. ശേഷം ഞാൻ പോയി നല്ലൊരു കുളി പാസ്സാക്കി ഇനി ലഞ്ച് കഴിക്കണം. ഞാൻ തലേദിവസത്തെ പഴഞ്ചോറ് രാവിലെ കഴിച്ചിരുന്നില്ല, അത് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. ആ പഴഞ്ചോറും ഉരുളക്കിഴങ്ങ് ഫ്രൈയും തൈരും കൂടെ കൂട്ടി ഞാൻ കഴിക്കുകയാണേ. ഇന്ന് സൺഡേ ആണല്ലോ, അപ്പോൾ കുറച്ച് പേര് ക്ലാസ്സിൽ വരുന്നുണ്ട്. അതിന് മുന്നേ ഒന്ന് റെഡിയായി ക്ലാസ്സിലേക്ക് പോകണം. ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണത്തിൽ കുറവാണ്, എന്നാലും കുറച്ച് പേര് വന്നിട്ടുണ്ട്. അവരെ വെച്ച് അവരുടെ യൂഷ്വൽ ക്ലാസ്സും ഞാനൊരു പുതിയ പ്രോജക്റ്റ് അവരെ പഠിപ്പിക്കുന്നുണ്ട്, അതും കൂടെ പഠിപ്പിച്ചു. കുറേ നേരം പഠിപ്പിച്ചു കേട്ടോ, കുറച്ചധികം സമയമെടുത്തു. ഒരു 7:30 വരെയൊക്കെയായി ഞങ്ങളുടെ ക്ലാസ് തീർന്നപ്പോൾ.
സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു. രാവിലെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചില്ലല്ലോ, അതുകൊണ്ട് സന്ധ്യയ്ക്ക് കാര്യമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ മുൻവശത്ത് തുളസി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ, അവിടെയും കൃഷ്ണനും തുളസിക്കും കൂടെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. ക്ലാസ് ലോങ് അവേഴ്സ് ആയിരുന്നല്ലോ, അതെടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണമുണ്ട്. ഈ സന്ദർഭങ്ങളിലാണ് എനിക്ക് ആരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തന്നിരുന്നെങ്കിൽ, വീട്ടിലാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നുന്ന ഒരേ ഒരു സമയം. ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു ക്ഷമയോ ആരോഗ്യമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രാവിലത്തെ ചോറിൻ്റെ കുറച്ചും അതിന് കൂടി ഇത്തിരി ഉരുളക്കിഴങ്ങും കൂടെ കഴിച്ചു. യൂഷ്വലി ഈ ചോറെടുത്ത് ഞാൻ പഴഞ്ചോറിന് വെക്കുന്നതാണ്, പക്ഷേ ഇന്ന് എടുത്ത് കഴിച്ചു. ബുബുവിന് ഫുഡ് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്നു, അത് കൊടുത്തു. ബുബു ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം നിന്നൊക്കെ കഴിക്കും. അത് കഴിഞ്ഞാൽ അവൻ അങ്ങ് ക്ഷീണിച്ചിരുന്നു പോകും. പിന്നെ ഞാൻ അവന് വാരി കൊടുക്കുകയാണ് പതിവ്. എനിക്ക് ഈ നോൺ വെജൊക്കെ തൊടാൻ വലിയ അറപ്പുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഒരു ജീവനെ വളർത്തിയിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ബുബുവിനായതുകൊണ്ട് ഞാൻ വാരി കൊടുക്കും. പാത്രങ്ങളൊക്കെ എച്ചിലൊക്കെ മാറ്റി ഒന്ന് കഴുകി ഡിഷ് വാഷറിലാക്കി അതിനാവശ്യമുള്ള ഒരു ടാബ്ലറ്റാണത്, അതും കൂടെ ഇട്ട് ഓൺ ചെയ്ത് വെച്ചു. എന്നിട്ട് അടുക്കളയൊക്കെ നല്ല നീറ്റാക്കി അങ്ങ് ഇട്ടു. സൺഡേയിലത്തെ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യണമല്ലോ, അതുകൊണ്ട് രാത്രി തന്നെ ആ എഡിറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അതെല്ലാം വീഡിയോസൊക്കെ ഇമ്പോർട്ട് ചെയ്തു, എഡിറ്റ് ചെയ്തു, മ്യൂസിക് പോസ്റ്റ് ചെയ്തു, വോയിസ് ഓവറും ചെയ്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടമായി ഞാൻ വിശ്വസിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഉറപ്പായിട്ട് കാണണം കേട്ടോ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ഗോഡ് ബ്ലെസ് യു ഓൾ.